ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട കുട്ടികളെ. നമ്മൾ സെറാങ്ങോ ഫ്രാണാഗഞ്ചി എന്ന ചാപ്റ്ററാണില്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറേ പാരഗ്രാഫ്സൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതിൻ്റെ ബാക്കിയായിട്ട് നോക്കുക കേട്ടോ. നെക്സ്റ്റ് പാരഗ്രാഫായിട്ട് നോക്കുക. നമ്മൾ എവിടെയും വരെ പറഞ്ഞു നിർത്തിയത്? കപ്പലിലെ ജോലിക്കാർക്കെല്ലാം വസൂരി പിടിപെട്ടു അല്ലേ. അപ്പോൾ അവരെ ഹസൻ എന്ന കപ്പൽ യാത്രക്കാരല്ലേ, കപ്പൽ ജോലിക്കാരനാണ് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? വസൂരിയാണ്, പകരുന്ന അസുഖമാണ്. അതുകൊണ്ട് നമ്മളെ ഹസൻ എന്ന യാത്രക്കാരനും ജോലിക്കാരനും ഡോക്ടറായ എഴുത്തുകാരനും കൂടിയിട്ടാണ് ഇവരെ പരിചരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്തേ? പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ ഷെൽട്ടറിലാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം ഡോക്ടർ ഹസനോട് പറയുന്നുണ്ട് അല്ലേ, സൂക്ഷിക്കണം, പകരുന്ന രോഗമാണ്. അപ്പൊ അദ്ദേഹം എന്താ പറയുന്നത്? എനിക്ക് പേടിയൊന്നുമില്ല, ഐ എം നോട്ട് അഫ്രൈഡ് ഡോക്ടർ സാഹിബ് അല്ലേ, എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയണം. ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പുറകിൽ ഷെൽട്ടറൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് ദ്രവരൂപത്തിലുള്ള ഭക്ഷണമൊക്കെ അവർക്ക് കൊടുത്തു. അതിനുശേഷം നോക്കാം. നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം രാവിലെ, however brought fresh cause for concern. I found 3 new cases among the duck hand. എന്താണ് പിറ്റേ ദിവസം എന്താ സംഭവിച്ചേ? however brought fresh cause for concern, തിരിച്ചറിഞ്ഞു അല്ലെ. എന്താണ്? I found 3 new cases among the duck hand. അല്ലെ, എന്താണ്? പുതിയതായിട്ട് 3 പേർക്കും കൂടി അസുഖം ബാധിച്ചതായിട്ട് കാണാൻ സാധിച്ചു. ഡെക്ക് ഹാൻഡ് എന്ന് പറഞ്ഞാൽ പുതിയ 3 യാത്രക്കാർക്കും കൂടി അസുഖം ബാധിച്ചു. എന്തസുഖമായിരുന്നു? വസൂരി. ദെൻ മെൻ ഓൾറെഡി സെഗ്രിഗേറ്റഡ് വേർ മച്ച് വേഴ്സ്. അല്ലെ, ആൾക്കാരെ എന്താണ് 3 പേർ കൂടെ അസുഖം ബാധിച്ചത് കണ്ടെത്തിയപ്പോൾ ഷെൽട്ടറിലുള്ളവർ അവശ നിലയിലായിരുന്നു അല്ലെ. കാരണം എന്താണ്? മാറ്റി പാർപ്പിച്ചവരുണ്ടല്ലോ, അവരാകെ അവശരായിട്ടാണ് കാണപ്പെട്ടത്. ദ മെൻ ഓൾറെഡി സെഗ്രിഗേറ്റഡ്, വേർതിരിച്ച് വെച്ചിരുന്നു അല്ലെ, അവരെ ഷെൽട്ടറിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. എന്നിരുന്നാലും അവർ അവശരായിട്ടാണ് കാണപ്പെട്ടത്. ആൻഡ് ദാറ്റ് സെയിം ആഫ്റ്റർനൂൺ അല്ലേ, എന്താണ്? അന്നേ ദിവസം ഉച്ച കഴിഞ്ഞ് 4 more ഓഫ് ദ ക്രൂ സിക്കൻഡ്. ക്രൂ എന്ന് പറഞ്ഞ ആളുകൾ കേട്ടോ, 4 ആൾക്കാർക്ക് കൂടി അസുഖം ബാധിച്ചു. വി നൗ ഹാഡ് 10 cases ഇൻ അവർ മേക്ക് ഷിഫ്റ്റ് ലെസറേറ്റോ. എന്താണ്? അസുഖം ബാധിച്ചവരെ കിടത്തുന്ന സ്ഥലമാണ് കേട്ടോ ലാസറേറ്റോ എന്ന് പറയുന്നത്. ചെറിയ സ്ഥലത്തെ 10 പേർ കൂടി രോഗം ബാധിച്ച് കിടപ്പിലായി. ഇറ്റ് വാസ് എ സിറ്റുവേഷൻ ടു ടെസ്റ്റ് ദ സ്ട്രോങ്ങസ്റ്റ് നെർവ് ബട്ട് ദി സെറാങ് കാം ആൻഡ് അൺപെർട്ടേബ്ഡ്. അൺപെർട്ടേബ്ഡ് എന്ന് പറഞ്ഞാൽ പേടിയില്ലാതെ. ആ സെറാങ് ആരാണ്? ഹസനിലെ. ഹസന് യാതൊരു പേടിയില്ല. കാരണം ഇവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും അവരെ ശുശ്രൂഷിക്കലും ഒക്കെ ഹസന്റെ ജോലിയാണ്. ഗേവ് മീ ഫ്രഷ് ഹാർട്ട് ഇൻ ടെൻഡിങ് ദ പേഷ്യൻസ്, ഹി വാസ് ഇൻഡിഫൈറ്റിഗബിൾ. അല്ലേ, എന്താണ്? ക്ഷീണമില്ലാതെ അദ്ദേഹം ഒരു ശാന്തനും അചഞ്ചലനുമായിട്ട് രോഗികളെ ശുശ്രൂഷിക്കുകയായിരുന്നു ഹസൻ. അദ്ദേഹം ഒരിക്കലും ക്ഷീണിതനായിട്ട് കണ്ടില്ല. ഇൻഡിഫാറ്റിഗബിൾ എന്ന് പറഞ്ഞാൽ ക്ഷീണമില്ലാതെ. ബി കെയർഫുൾ ഓഫ് യുവർ സെൽഫ്, ഐ ഹാഡ് ടു ബെഗ് ഹിം. അല്ലേ, ഡു നോട്ട് ഗോ ക്വൈറ്റ് സോ ക്ലോസ്. പക്ഷെ എന്താണ്? അയാളുടെ സൂക്ഷിക്കാൻ ഞാൻ കെഞ്ചി പറഞ്ഞു. ബി കെയർഫുൾ ഓഫ് യുവർ, അല്ലേ, നിങ്ങൾ സ്വയം സൂക്ഷിക്കുക. ഐ ഹാഡ് ടു ബെഗ് ഹിം, ഞാൻ അയാളോട് യാചിച്ചു. ആരാണ്? എഴുത്തുകാരല്ലേ. അദ്ദേഹം എന്താ, താങ്കളൊന്ന് സൂക്ഷിക്കണം കേട്ടോ, അസുഖം പകരുന്നതാണ്, ഒന്ന് സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. ഡു നോട്ട് ഗോ ക്വൈറ്റ് സോ ക്ലോസ്. അല്ലേ, എന്നാണ്? വളരെ അടുത്ത്. ഡു നോട്ട് ഗോ എന്ന് പറഞ്ഞാല് പോകരുത്. ക്വയറ്റ് സോ ക്ലോസ് എന്ന് പറഞ്ഞാല് വളരെ അടുത്ത് ഒരിക്കലും ഇടപഴകരുത്. നൗ ഹി ഷോഡ് ഹി സ്ട്രോങ് ടീത്ത് ഇൻ എ സഡൻ ഫ്ലീറ്റിംഗ് സ്മൈൽ. ആർ യു കെയർഫുൾ ഓഫ് യുവർ സെൽഫ് ഡോക്ടർ സാഹിബ്? അല്ലേ, എന്താണ്? ഞാൻ എന്നിൽ ശ്രദ്ധാലുവാണോ എന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു. ആർ യു ഡു നോട്ട് ഗോ ബി ക്വയറ്റ് സോ ക്ലോസ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആർ യു കെയർഫുൾ ഓഫ് യുവർ സെൽഫ് ഡോക്ടർ സാഹിബ്? അല്ലേ, അദ്ദേഹം ഹസൻ എന്നോട് തിരിച്ചു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ശ്രദ്ധാലുവാണോ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ നിന്ന്? ഇൻഡീഡ് ഐ ആം, ബിസൈഡ്സ് ദിസ് ഇസ് മൈ വർക്ക്. അല്ലേ, എന്താണ്? തീർച്ചയായും. ഇൻഡീഡ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും. ഐ ആം ബിസൈഡ്സ്, ഇതെന്റെ ജോലിയാണ്, ഞാനിതിൽ ശ്രദ്ധാലുവുമാണ്. ഡു നോട്ട് വറി ഡോക്ടർ സാഹിബ്, ഐ ആം സ്ട്രോങ് ആൻഡ് ഇറ്റ്സ് മൈ വർക്ക് ടു.
അല്ലേ? എന്നെ കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ടല്ലോ, ആലോചിക്കേണ്ട ഡോക്ടർ സാഹിബ്. ഐ ആം സ്ട്രോങ് ആണ് അല്ലേ? ഐ ആം സ്ട്രോങ്. എനിക്ക് കാര്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചോളാം. ഇതെന്റെ ജോലിയുടെ ഭാഗമാണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് മൈ വർക്ക് ടു. അല്ലേ? ഇതൊക്കെ എന്റെ ജോലിയുടെ ഭാഗമാണ്. എനിക്ക് ക്ഷീണമൊന്നുമില്ല. I was so weighed down by responsibility that I had slight concern for myself, although we were moving full steam ahead. എന്താണ്? ജോലിയുടെ ഭാരം മൂലം, സോ വെയ്ഡ് ഡൗൺ ബൈ റെസ്പോൺസിബിലിറ്റി എന്ന ചുമതല അല്ലേ? ആ ചുമതല, ഏറ്റെടുത്ത ചുമതലയുടെ ഭാരം മൂലം വളരെ ക്ഷീണിതനായി. ഐ ഹാഡ് സ്ലൈറ്റ് കൺസേൺ ഫോർ മൈസെൽഫിലെ, വളരെ ക്ഷീണിതനായി കാണപ്പെട്ടിതാണ് എന്നെ വിഷമിപ്പിച്ചു. വി വർ മൂവിങ് ഫുൾ സ്റ്റീം അഹെഡ്. കൊളംബോ ദ നിയർ അറ്റ് പോർട്ട് ഓഫ് കോൾ. അല്ലെ? എന്താണ്? അടുത്തുള്ള തുറമുഖം. കപ്പൽ പരമാവധി വേഗത്തിലാണല്ലേ പോയിക്കൊണ്ടിരുന്നത്. റാണാഗഞ്ചി എന്ന കപ്പൽ. ഇതൊക്കെ കപ്പൽ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ കപ്പൽ പരമാവധി വേഗത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അടുത്ത തുറമുഖം എവിടെയാണ്? കൊളംബോ ആണ്. കൊളംബോയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. Was still 8 days away in the course of next 48 hours for more stokers went to join the others on the after deck. എന്താണ്? ഇൻ ദ കോഴ്സ് ഓഫ് നെക്സ്റ്റ് 48 hours എന്താണ്? 8 ദിവസം വേണ്ടി വരും അവിടെ എത്താൻ. കൊളംബോയിലെത്താൻ 8 ദിവസം വേണ്ടി വരും. പിന്നീടുള്ള 2 ദിവസങ്ങളിൽ 4 പേർക്കും കൂടെ അസുഖം ബാധിച്ചു. സ്റ്റോക്കേഴ്സ് വെന്റ് ടു ജോയിൻ ദി അതേഴ്സ് എന്ന് പറഞ്ഞാല് പിന്നെ 2 ദിവസത്തിനുള്ളിൽ 4 പേർക്കും കൂടി അസുഖം ബാധിച്ചു. എ ടോട്ടൽ ഓഫ് 14 നൗ, ആൻഡ് വൺ ഓഫ് ദി ഏർലിയർ വിക്ടിംസ് ഹാഡ് ലാപ്സഡ് ഇൻ ടു എ കോമ. കോമ സ്റ്റേജ് എന്താണ്? അബോധാവസ്ഥയിലാവുക അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കോമ സ്റ്റേജിലാവുക എന്നൊക്കെ രോഗികൾ. അപ്പൊ എന്താണ്? 4 പേർക്കൂടെ അസുഖം ബാധിച്ച് ഇപ്പൊ രോഗികളുടെ എണ്ണം എത്രയായി? 14 പേരായി മൊത്തം. ആദ്യം 2 പേർക്ക് ബാധിച്ചു, തുടരെ ഓരോ ദിവസവും അങ്ങനെ 2 പേർക്ക് ബാധിച്ച് ഇപ്പം മൊത്തം 14 പേർക്ക് വസൂരി രോഗം ബാധിച്ച് കിടപ്പിലായി. വൺ ഓഫ് ദി ഏർലിയർ വിക്ടിംസ് ഹാഡ് ലാപ്സഡ് ഇൻ ടു കോമ. ആദ്യം രോഗം ബാധിച്ചവരിൽ ഒരാള് അബോധാവസ്ഥയിലായി. സീംഡ് ലൈക്ലി ടു ഡൈ അറ്റ് എനി അവർ. അദ്ദേഹം ഏത് നിമിഷം വേണമെങ്കിലും മരിച്ചു പോകാം. അണ്ടർ ദിസ് ആഡഡ് ലോഡ് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. എന്താണ്? വിഷമം കാരണം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഐ കുഡ് നോട്ട് സ്ലീപ്പ്. ആരാ പറഞ്ഞത്? ഹസന് ഉറങ്ങാൻ സാധിച്ചില്ല വിഷമം കാരണം. ആൻഡ് ദ വേർ ഐ ന്യൂ, ഞാൻ എന്താണ് തിരിച്ചറിഞ്ഞെന്താ? ഐ ഷുഡ് ഫൈൻഡ് ഹിം വാച്ച്ഫുൾ ആൻഡ് മ്യൂട്ട് അണ്ടർ ദ സ്റ്റാർസ് വാസ് ദ സെറാങ്. എന്താണ്? ഒരു പ്രതിമ പോലെ അദ്ദേഹത്തിന് കൈമലർത്തിക്കൊണ്ടേയിരുന്നു. സെറാങ്. ഹൗ shall I describe the solace which flowed towards me from him? Describe the solace which flowed towards me from him as he stood there in meditation with his long arms as he folded on his bare chest. എന്താണ്? അദ്ദേഹം ഒരു പ്രതിമ പോലെ കൈ രണ്ടും നഗ്നമായ നെഞ്ചിലമർത്തി പ്രാർത്ഥനയിൽ എന്ന വണ്ണം ഇങ്ങനെ ഇരിക്കും. ആര്? ഹസൻ. അല്ലെ? മരിക്കാനായ ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അല്ലെ. സൊലേസിലെ ആശ്വാസം എന്നോണം അദ്ദേഹത്തിന് ആശ്വാസം തോന്നി ഹസൻ അങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോ. ആർക്ക്? നമ്മുടെ ഡോക്ടർക്ക്. ഫ്രം ഹിം ആസ് ഹി സ്റ്റുഡ് ദെയർ ഇൻ മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ധ്യാന അവസ്ഥയിൽ ഇരിക്കുന്ന ഇത് കണ്ടപ്പോ എനിക്ക് വളരെയധികം ആശ്വാസം തോന്നി. With his long arms folded on his bare chest, motionless as a statue. സ്റ്റാച്യു എന്താ? പ്രതിമ അല്ലെ? ഒരു പ്രതിമയെ പോലെ കൈകൾ നെഞ്ചിലമർത്തിയിരിക്കുന്ന ഹസനെ കണ്ടപ്പോൾ എനിക്ക് വളരെ ആശ്വാസം തോന്നി. When a sick man gone faintly. അദ്ദേഹം രോഗികൾ ഭയങ്കരമായി ഞരങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം ഓടിച്ചെന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. തിരികെ വന്ന് വീണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. He would step forward without sound to succor him, and then returning he would fold his arms while the ship surged slowly forward. എന്താണ്? വീണ്ടും തിരിച്ചു വന്ന പ്രാർത്ഥനയിൽ മുഴുകും. കപ്പൽ വേഗത്തിൽ തന്നെ പോയിക്കൊണ്ടേയിരുന്നു റാണാഗഞ്ചി. അങ്ങനെ വയ്യാതെ കിടക്കുന്നവർക്ക് വേണ്ടി ഹസൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. വീണ്ടും കപ്പൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇത്രയും നിങ്ങൾ വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം നോട്ട് വിട്ടു തരുന്നുണ്ട്. നോട്ട്
ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന പാഠത്തിലെ നോട്ടാണ് ഞാൻ വിട്ടുതരുന്നത് കേട്ടോ. ഇത് എഴുതിയെടുക്കണേ. ഓക്കെ.